യൂട്യൂബ് ചാനൽ ഡീസ വ്ളോഗ്സ്. ഗൈസ് നമ്മളിന്ന് പോവാണ് അല്ലേ പിന്നെ പോവാണ്. ആ ഇതിനെ കൊണ്ടുപോകണം. നമ്മള് പോവാണ് അല്ലേടാ. കളിക്കണതാണ്. ആടാടുണ്ണി ആടാട് തക്കട ഉണ്ണി ആടാട് ആടാടുണ്ണി അതാടണതാടാതെ കാണ്. ആടാടുണ്ണി ആടാട് തക്കട ഉണ്ണി ആടുള്ളേ. എന്നിട്ടാ വായന സാധനം പിടിച്ചേ ഞാൻ കളിക്കാൻ കൊടുത്തത്. ഇതാണ് കളിക്കാൻ കൊടുത്തത്. എന്റെ വായ മുറി അങ്ങനെ പോയി എല്ലായിടത്തേക്ക് പോട്ടെ. മതി 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 മതി. പൊക്കോ 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 പൊക്കോ. കുളി കഴിഞ്ഞപ്പോ നിന്റെ മേലെ ആകെ ഇതെന്റെ ഹെഡ്സെറ്റ് അല്ലേ? ഇതെന്റെ ഹെഡ്സെറ്റ് അല്ലേ? അത് വായിലിട്ട് നശിപ്പിക്കും പന്നി. എടാ മകർച്ചക്കാടാ ഹസിക്കുട്ടാപ്പി നിന്റെ കുളി കഴിഞ്ഞാ ഇത് ദിവസം നല്ലല്ലോ. അല്ല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡയപ്പറാ യൂസ് ചെയ്യണേന്ന്. ഉണ്ണിക്ക് യൂസ് ചെയ്യണേന്ന്. ഞാൻ ആദ്യം വേറെ യൂസ് ചെയ്തിരുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ ലവ് ലാപ്പിന്റെ ആണ് എന്തായാലും ആവശ്യം വരും. ഞാൻ കൂടുതലും ഡയപ്പറാ യൂസ് ചെയ്യണത്. തുണിയൊക്കെ യൂസ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അപ്പൊ അല്ല അവന്റെ പ്രായം കഴിഞ്ഞൂല. അപ്പൊ പിന്നെ ഡയപ്പർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്കൊക്കെ അവനെ മറ്റേ ഡയപ്പർ ഇടിപ്പിക്കാണ്ട് വെറുതെ നടത്താറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. നല്ല നല്ല സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമായ പ്രത്യേകത എന്താണെന്നറിയാതെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. കണ്ട ഇതാണ് ഈ യെല്ലോ ലൈൻ. അപ്പൊ നല്ലപോലെ വെറ്റായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് തിളങ്ങും കിടന്നു ലൈറ്റ് പോലെ. ഇപ്പൊ വെറ്റല്ലല്ലോ, ഇത് തിളങ്ങും. അപ്പൊ അതാണ് ഏറ്റവും നല്ല എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയത്. അതെ അതെ അതെ. അപ്പൊ 12 hours നമുക്ക് സുഖമായിട്ട് ഇടാനായിട്ട് പറ്റും. അതായത് നൈറ്റിൽ അപ്പോൾ വേറെ ഡയപ്പർ മാറേ വേണ്ട. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന് 10 million pores ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ബ്രീത്തബിലിറ്റി ഉണ്ട്, സൂപ്പർ ബ്രീത്തബിലിറ്റി ഉണ്ട്. അതുപോലെ നല്ല അബ്സോർപ്ഷൻ പവർ ഉണ്ട് ഈ സാധനത്തിന്. പിന്നെ നമുക്ക് ഇതിന് അലോവേര ജെല്ലുള്ള കാരണം കൊണ്ട് ഇത് നമുക്ക് റാഷസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇവനതിലെ റാഷസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. പിന്നെ കണ്ട നല്ല സ്ട്രെച്ചബിലിറ്റി ഉണ്ട് ഇതിന്. കണ്ടോ നല്ല സ്ട്രെച്ചബിലിറ്റി ഉണ്ട്. അതുപോലെ നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് കണ്ട ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മളിതിങ്ങനെ മടക്കുക കണ്ട, എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊണ്ടുവരിക. ഡിസ്പോസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മളിത് വെള്ളം ആയപ്പോ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ആയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. കണ്ട താഴേക്കൊന്നും പോകുന്നില്ല. ലീക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നല്ല പോലെ. നമുക്കിത് ലീക്ക് ആവി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ലതാണ് സംഭവം. കണ്ട ഇത് കണ്ട ക്രിസ്റ്റലായത് കണ്ട കണ്ട ഇങ്ങനെയായിരിക്കും. അപ്പൊ സംഭവം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്താൽ മതി. ഇത് മറ്റേ ഈ പഞ്ചാബികൾ ഇടുന്ന പോലത്തെ ഡ്രസ് ഉണ്ടല്ലോ, പഞ്ചാബി. ചിലപ്പോ എന്റെ അടുത്ത് ചോദിക്കും ആൾക്കാര് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ തുടങ്ങുമ്പോ തന്നെ അതാണ് പറയാനുള്ളത്. ഞങ്ങൾ പോവാണ്. എങ്ങോട്ടൊക്കെ പോണേ? കുറച്ച് പരിപാടികളുണ്ട്. ഡ്രസ് മേടിക്കണ്ടേ ഗൈസ്? ഞങ്ങൾക്ക് ഒരു കല്യാണം വരുന്നുണ്ട് വീട്ടില്. ഞാൻ ഡീറ്റെയിൽസ് കോടതി പേരിൽ പറയാം. നമ്മളുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരുന്നുണ്ട്. ലാസ്റ്റ് കല്യാണം അടുത്ത കല്യാണങ്ങൾ നേരമായിട്ട് വരാൻ പോണല്ലോ. മറ്റേ അന്നയുടെ കല്യാണം. അല്ല അന്നയുടെ കല്യാണമാണോ ഇപ്പൊ ചോദിക്കുന്നത്? അപ്പൊ അന്നയുടെ കല്യാണം അത് എന്തായാലും ഓണത്തിന് പേരിൽ പറയാന്നുള്ളത്. ഇപ്പൊ ഞങ്ങള് ചാലക്കുടിക്ക് പോവാണ്. പോലീസിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. എടുത്തോ ടൂൾസ് ഒക്കെ എടുത്തോ. ഡ്രസ്സ് മേടിക്കണം. പിന്നെ വേറെ എന്തൊരു പരിപാടി പറഞ്ഞു നീ? സൂപ്പർ മാർക്കറ്റിൽ പോകണം. പിന്നെ വേറെ എന്തിനുള്ള വേറൊന്നുമില്ല. ഓക്കെ പോവല്ലേ? അതെ ഹസിക്കുട്ടാബി ഹസിക്കുട്ടാ എന്തിനൊക്കെ അറിയണേ? ഓടിക്കോടാ. അപ്പൊ നമ്മള് പോവാണ്. അതെ ഉണ്ണി എന്റെ കയ്യിലുണ്ട്. ക്യാമറക്ക് നോക്കിയിരിക്കാ പിന്നാപ്പി. നമുക്ക് കല്യാണത്തിന് പോണ്ടേ? അതെ നമ്മൾ കല്യാണത്തിന് പോകും. നാളെ നാളെ ഒരാഴ്ച മുട്ട് നമ്മള് കല്യാണത്തിന് ഉണ്ടാവും ഗൈസ്. പിന്നെ നമ്മുടെ കുടുംബത്തിലത്തെ കല്യാണം നടക്കുമ്പോ ഞാൻ ഉണ്ടാവാറുണ്ട് സാധാരണ. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ പറ്റിയിട്ടില്ലേ.
അല്ല കെട്ട് കഴിഞ്ഞാ പിന്നെ എത്ര കല്യാണം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി കുറച്ച് പരിപാടികളുണ്ട്. ഓൺ ദി വേ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് മറ്റേ സാധനം എടുത്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ഫെസിലിറ്റി ഒന്നും നമ്മുടെ ഇവിടെ കുറവാണ്. ബട്ട് വി വിൽ ട്രൈ ഇറ്റ്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ ചാലക്കുടിയില് നമ്മുടെ കലാഭവമണി പാർക്ക് ഉണ്ട്. അവിടെ ശരിക്കും പോവാം. പക്ഷെ എത്ര മണി ഓപ്പൺ ആണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ രാത്രിയായില്ലോ. രാത്രി എന്ന് വെച്ചാൽ എന്താ സംഭവം രാത്രി ആയിട്ടില്ല. 6 മണി ആയിട്ടുള്ളൂ. മഴക്കാരൻ വേണ്ട പേരിലാണ്. നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ പോകാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോണത്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ പോയിട്ടില്ല. എന്നിട്ട് സൂപ്പർ മാർക്കറ്റ് ഞാനും പോയിട്ടില്ല. ഇതൊരു ടൂറിസ്റ്റ് ബസ് ആണ് തോന്നിയത് ആദ്യം. പക്ഷെ ടൂറിസ്റ്റ് ബസ് ആയിരുന്നില്ല ഗൈസ്. 6 മണിക്കാകുമ്പോഴത്തേനും ഇരുട്ടായി. റോഡിലൊക്കെ വെള്ളം, മഴ. ചാലക്കുടി എത്ര സുന്ദരമായ നഗരം അല്ലെ. ആകെ തിരക്കായി ഗൈസ് രാത്രിയൊക്കെ ആയപ്പോഴത്തേനും. അല്ല ഞാൻ മേടിക്കാറുണ്ട്. എന്റെ പൈസ ഇല്ല. പൈസ ഇല്ല. നീ പോയി മേടിക്ക്. നീ ഇറങ്ങിക്കോ. എന്ത് എന്തിന് ഒരു ബ്ലൗസിനാ? അല്ല ഒരെണ്ണത്തിന് 600. ആ അപ്പൊ 2,000 എന്നിട്ട് ഇത് പൊളിക്കപ്പോ അപ്പുറത്ത് നോക്കണം. എന്തിനാ നിനക്കത്? എന്തിനാ തുറക്കണേ? നീ ഫ്രണ്ടിൽ കൂടെ കേറി 2 ബാക്കിൽ വെച്ചാ മതി. ഞാൻ തുറന്നെ കേറിയിരിക്കുന്നു. എന്റെ പൊന്നെ ഇത്ര നല്ല കിട്ടാൻ അവിടെ കിട്ടറി ഡോറൊക്കെ തുറന്നിടാനായിട്ട്. കേറ്. വീട്ടിലേക്ക് കുഴപ്പമില്ലാണ്ടിരുന്നോളില്ല ആള്. ഇതിട്ടോ ഈ സാധനം വേണമെങ്കിൽ കേട്ടോ അവനോട് ഇട്ടാ മതി. അവൻ പിടിച്ചിരുന്നോളും. നല്ല ഫ്രൂട്ട്സ് എന്താ കണ്ട ലൈവ് ഫ്രൂട്ട്സ് കണ്ട. ഇപ്പോൾ വീണോണ്ടിരിക്കണ ഫ്രൂട്ട്സ് കണ്ട. മുകളിന്ന് വീടിനാണ്ടില്ലേ തിന്നോ നല്ലതാ. ഞാൻ തട്ടിപ്പോക്കോളും. എന്നിട്ട് സാധനം അത് നല്ലത് തിന്നാൻ പറ്റുന്നില്ല. എന്നിട്ട് സാധനമാവത് എന്നിട്ട് കണ്ടാവണോ അറിയാൻ പാടില്ല. ആള് കാഴ്ചയൊക്കെ കണ്ട എന്താ വർത്താനം പറഞ്ഞിട്ടിരിക്കണേ. ആണാടാ ഹസിക്കുട്ടാ നിന്നിട്ടിരിക്കണേടാ. എവിടെ ഇരിക്കണേ? എവിടേക്ക് വന്നേക്കണേ? എവിടേക്ക് വന്നേക്കണേ? അവിടെയൊക്കെ എല്ലാ രാത്രി പോവാൻ മടക്കുന്നതിനുണ്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ചിരിക്കുന്നു. എന്താ എപ്പ അടയ്ക്കാ? എനിക്കറിയില്ല ചേടാ ഞങ്ങളുടെ അവിടെ ഉടക്കാതെ അടക്കില്ല. അറിയോ? അടക്കില്ല. ഹസിക്കുട്ടാ ബാടാ. അവന് ഹസിക്കുട്ടിന് പുതിയ കാഴ്ചകളല്ലേ. ആദ്യമായിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞേ. ബാടാ പൊന്നാപ്പി നമുക്ക് പോവാൻ പാ. ഇന്ന് പരിപാടി ഒന്നല്ല. പാട്ടുപുരാ. നീ പാട്ട് പാടണ്ട. ആർക്കെങ്കിലും പാട്ട് പാടാം. നമ്മളിപ്പോ അവിടെ നിന്ന് പോന്നു ഗൈസ്. ഞങ്ങള് അവിടെ നിന്ന് പോന്നു. പെട്ടെന്ന് അവിടെ മഴ പെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് മഴ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും ഭയങ്കര മഴ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. അപ്പൊ നമ്മള് ഒരു കാര്യം തീരുമാനിച്ചു ഗൈസ്. സ്ട്രോളർ എടുക്കുന്നു, ഉള്ളിനെ അതിന്റെ ഉള്ളിൽ ഇടുന്നു, നമ്മൾ പോകുന്നു. ഞങ്ങൾ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇവരെ കൊണ്ട് സൈഡിൽ കൂടെ പോയ എളുപ്പമല്ലേട്ടാ. സകല പാത്രങ്ങളും സാധനങ്ങളൊക്കെ വലിച്ചിടാ. അല്ലടാ എല്ലാം വലിച്ചിടല്ലേ പോലെ. പിന്നെ സംഭവിപ്പിക്കട്ടോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. എന്നിട്ട് ഇവിടെ സൈക്കിളൊക്കെ ഇരിക്കണേ. മേടിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ ഫ്രീ കിട്ടും. അതായിരിക്കും. ഫോൺ പിടിച്ചോ. എന്നിട്ട് പൈസ കൊടുത്തോ. വിഷമൊന്നും ഇല്ലല്ലോ. ചില്ലി ചിക്കനാ. പക്ഷെ ഭയങ്കര ഗ്രേവിയാണല്ലേ. മിക്സഡ് ഫ്രൈഡ് റൈസാ. ഹസിക്കുട്ടൻ ഹസിക്കുട്ടൻ വിശപ്പ് മാറിയ പന്നാപ്പി ഇതിന്റെ ഹസിക്കുട്ടാപ്പി. നമ്മള് ഫുഡ് കഴിച്ചതാണ്. പിക്നിക് സ്ക്വയറോ എന്തിന്റെ പിക്നിക് സ്ക്വയർ. ഞാൻ വിചാരിച്ചു ഇതിന്റെ മേളിലുണ്ട്. പക്ഷെ താഴെ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിന്റെ അടുത്തോ ഹസ്കൂട്ട് പോടാ. നമ്മള് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. പക്ഷെ ഞാനിങ്ങനെ അതായത് നമുക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരും കേൾക്കാതെ, അതായത് കസ്റ്റമേഴ്സ് ആരും കേൾക്കാതെ ഞാൻ അവരെ അറിയിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ സംഭവം ആ ചേട്ടനടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു. ആളത് കേൾക്കാത്ത പോലെ നിക്കണേ. ഞാൻ 1 പ്രാവശ്യം പറഞ്ഞല്ലേ, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കട്ടെ. ഞാൻ ആ ചേട്ടനെ വിളിച്ചു. വിളിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ ഫ്രൈഡ് റൈസില്ല ചിക്കനില് എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ല എന്ന് ഞാൻ അവരുടെ പറഞ്ഞു. അപ്പോൾ ആള് കേൾക്കാത്ത പോലെ ഒരു മൈൻഡ് റെസ്പോൺസ് ഇല്ല. എന്നിട്ട് പിന്നെയും ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. ശരി. ട്രാമേരയിലുള്ള മൂലൻസിന്റെ അടുത്തുള്ള കട കാണണ്ടോന്ന് അറിയില്ല. ഞാൻ കാണിച്ചിടാൻ കഴിച്ചു. ഈ കട
പിക്നിക് സ്ക്വയർ. അതെ. ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി ഗൈസ് ഞങ്ങൾ അറിയട്ടെ. ഞങ്ങൾക്ക് മോശം അനുഭവം എന്ന് പറഞ്ഞാൽ കറി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പൊറോട്ട ഭയങ്കര മോശം പൊറോട്ടയായിരുന്നു. ഞാൻ ഒരു പൊറോട്ട കഴിച്ചു, എനിക്ക് ഇഷ്ടമായില്ല, ഭയങ്കര മോശം പൊറോട്ടയായിരുന്നു. കറി കുഴപ്പമുണ്ടായില്ല, മാന്യമായ കറിയായിരുന്നു. ഫ്രൈഡ് റൈസിനകത്ത് ഈ സാധനം ചിക്കന്റെ സംഭവം എനിക്ക് ഇഷ്ടമായില്ല, അത് ഫ്രഷ്നെസ് ഇല്ല. ഞാൻ ചിക്കൻ പീസ് ആണ് കഴിച്ചുള്ളൂ, അതെനിക്ക് ഒട്ടും ഫ്രഷ്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ട് പറഞ്ഞു. അല്ല, എനിക്ക് ഹോർലിക്സ് ആണ് വേണ്ടത്, നല്ലോണം ചൂടാക്കി പച്ചവെള്ളം പോലെ തരാൻ പറയും. ശരി, എന്നാ പച്ചവെള്ളം തന്നെ പറയാം. പച്ചവെള്ളം പോലത്തെ ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ശരി, ഇതാ അതെന്താ കുടിക്കാൻ പറ്റാത്ത അത് സമ്മതിക്കില്ല. ഭയങ്കര മഴ, ഈ മഴ നല്ലോണം പെയ്തു, ഭാഗ്യം എന്റെ മറ്റേ ഹോർലിക്സ് നനഞ്ഞില്ലേ, ചൂടുണ്ടായി ഞാൻ ഫോൺ പിടിക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, നമ്മളൊരു ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഈ തട്ടുകടയിലേക്ക് കയറിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരത്തെ ഹോട്ടലിൽ ഫുഡ് കഴിക്കണം എന്നുള്ള പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കണ്ടുകഴിഞ്ഞപ്പോ പറഞ്ഞു വെറുതെ നോക്കാന്ന് കുറച്ച് കയറി. അതുകൊണ്ട് ബിരിയാണി എന്തെങ്കിലും കഴിക്കാന്ന് ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ബിരിയാണി ഇല്ല. ഫ്രൈഡ് റൈസ് ഉണ്ടായി. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കഴിച്ചതാണെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ എനിക്ക് പോണ വഴിക്ക് ഒരു തട്ടുകടയിൽ നിന്ന് മറ്റേ കപ്പയും ബീഫും കഴിക്കാം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ശരിക്കും കയറി കഴിക്കാന്ന് വെച്ചിട്ട് കയറി, പക്ഷെ അവിടെ കഴിഞ്ഞ കംപ്ലീറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും നല്ല മഴയത്തിൽ കട്ടൻ കാപ്പിയും ഒരു കപ്പയും ബീഫൊക്കെ കഴിക്കാൻ നല്ലൊരു വൈബായിരുന്നു. മഴ കിടിലൻ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ മഴ, നല്ല രസമുണ്ട്. ഈ മഴയത്ത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം, എന്താ രസം അല്ലേ. മഴയത്ത് ഞാൻ പോവാറുണ്ടല്ലോ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഉണ്ണി ഇതേ കലാപത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേറെ കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ ചെയ്യും. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇവനൊന്നും കലാപത്തിലേക്ക് കടക്കാണ്ടിരിക്കട്ടെ. അതെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ചെയ്യും. ഗുഡ് നൈറ്റ്, ബൈ ബൈ.